കേരളം സിംഗപ്പൂരാകുമോ വിഴിഞ്ഞത്തിലൂടെ എന്നുള്ളതാണ് മലയാളികൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരുപാട് പ്രതീക്ഷയോടെയാണ് മലയാളികൾ വിഴിഞ്ഞത്തെ കാണുന്നത്. 33 വർഷത്തെ കാത്തിരിപ്പ്. അതെ. അപ്പോൾ ഒരു സിംഗപ്പൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു സ്വപ്ന നഗരമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്റ്റൈലിലേക്ക് നമ്മുടെ വിഴിഞ്ഞം വഴി കേരളം എത്തുമോ എന്നുള്ളതാണ് കേരളം എത്തണം എന്നാണല്ലോ നമ്മളെല്ലാം ആഗ്രഹം. കേരളം നമ്പർ 1 എന്ന് പറയുമ്പോൾ നമ്മൾ വിഴിഞ്ഞത്തിൽ കൂടെ നമ്മൾ വീണ്ടും സിംഗപ്പൂരിലേക്ക് എത്തി നമ്പർ 1 ആവുക എന്നുള്ള, വീണ്ടും നമ്പർ 1 ആവുക, നമ്പർ 1-ൽ നിന്നും വീണ്ടും നമ്പർ 1 എന്നാണല്ലോ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അതിനകത്തേക്ക് വരുമ്പോൾ വിഴിഞ്ഞത്തിലൂടെ നമ്മളെങ്ങനെയാണ് സിംഗപ്പൂരാകാൻ പോകുന്നത് എന്ന കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ 33 വർഷം, ഈ നീണ്ട 33 വർഷത്തെ കാലഘട്ടത്തിൻ്റെ ഒരു കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. ആദ്യത്തെ മദർഷിപ്പ് വന്നപ്പോൾ നമ്മുടെ 1900 കണ്ടെയ്നറും വെച്ചുകൊണ്ട് സാൻ ഫെർണാണ്ടോ വന്ന സമയത്ത് നമ്മൾ കാണുന്നത്. ഈ 33 വർഷം കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിലേക്ക് നോക്കിയാൽ സിംഗപ്പൂർ എന്നൊരു അല്ലെങ്കിൽ ഒരു രാജ്യത്തിലേക്ക് നമ്മൾ അടുക്കുമോ എന്നൊരു ചോദ്യം കൂടി നമ്മളുടെ ലക്ഷ്യം വയ്ക്കണം. മലയാളിയുടെ സ്വപ്നമാണത്, ഇങ്ങനെ വെറുതെ ഇരുന്ന് സ്വപ്നം കാണുന്നത്. ഈ മലപ്പൊടിക്കാരന് സ്വപ്നം നേടിയിട്ടുണ്ട്, അതുപോലെയാണ് മലയാളി സ്വപ്നം എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് അപ്രാപ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം കേരളത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങളോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിലും പ്രത്യേകിച്ച് ഭാരതത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ സുസ്ഥിരമായ ഒരു ഭരണഘടനയും ഒരു ഭരണകർത്താക്കളുള്ളിടത്തോളം കേരളത്തിലും അതിനായിട്ടുള്ള ചുവട് പിടിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ അതിനുള്ള സപ്പോർട്ടും കിട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ നല്ല രീതിയിൽ വിഴിഞ്ഞത്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത നാളായിട്ട് ഈ ഹൈവേയുടെ പണി പട്ടപ്പട്ടേന്നാണ് നടക്കുന്നത്. അത് വിഴിഞ്ഞത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ റെയിൽവേയുടെ അന്തർപാത വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ്ഡ് ഓൺ വിഴിഞ്ഞമാണ്. അതിന് കാരണങ്ങൾ ഈ പറഞ്ഞ വിഴിഞ്ഞത്ത് നിന്നുള്ള കണക്ടിവിറ്റി ഇവിടെ നിന്ന് അങ്ങോട്ട് കാസർഗോഡ് വരെയുള്ള ഒരു റോഡ് വരണം എന്നുള്ളത് കേന്ദ്രം നേരത്തെ കൂടി പ്ലാൻഡ് ആണത്. എല്ലാവരും പറയണ്ട അദാനി അല്ലെങ്കിൽ അംബാനി ഇവർക്കെതിരെ നമ്മൾ എന്താ പറയുക, കേരളത്തിന് പ്രത്യേകിച്ച് അവരോടൊരു വേറൊരു നയമാണല്ലോ കേരളത്തിന് പ്രത്യേകിച്ച്. കാരണം അവരെല്ലാം മോഡിയുടെ ആൾക്കാരാണെന്നാണ് പറഞ്ഞു വരുമ്പോൾ നമ്മൾ പറയാറുള്ളത്. നമ്മളെല്ലാം അങ്ങനെയാണല്ലോ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ അടുത്ത് തന്നെ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് വന്ന സമയത്ത് അന്ന് നമുക്ക് അംബാനി അദാനിക്കാരായിരുന്നു നമ്മൾ എതിർക്കപ്പെട്ടവർ. അവരെയൊക്കെ നമ്മൾ എതിർക്കണം എന്നായിരുന്നു. പക്ഷെ വിഴിഞ്ഞം പോയിട്ട് വന്നപ്പോൾ നമുക്ക് അവരുടെ പേരുള്ള ബലൂൺ എന്താ പറയുക ബലൂൺ അയക്കാം. നമ്മുടെ മുഖ്യമന്ത്രി ചെയ്താണ് ബലൂൺ അയച്ചു വിട്ടു. നടന്നു. ഇന്ന് ഗണപതി ഹോമത്തിന്റെ ചെയ്തിട്ടില്ല എന്നുകൊണ്ട് മനോരമ അടക്കമുള്ള ചാനലുകൾ ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഫാക്ട് ചെക്ക് നടത്തിയത് എങ്ങനെയാണ്? അവിടുത്തെ നടത്തിയ ആൾക്കാരോട് ചോദിച്ചിട്ടില്ല, ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നടന്നിട്ടില്ല. അതായത് സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നുള്ളത് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തന്നെ നാളെ മുതൽ സൂര്യൻ കിഴക്കുദിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മനോരമ പറയണേ. എന്ത് മണ്ടത്തരം എന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഒരു കാര്യം നടന്നു എന്നുണ്ടെങ്കിൽ അതിന് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യം നടന്നവരോട് പോയി ചോദിക്കണം. ഈ വിഴിഞ്ഞത്ത് ഇങ്ങനെ സംഭവം നടന്നോ എന്നുള്ളത് നടക്കണമെങ്കിൽ ഇനി അത് വേറെ കാര്യമാണ് എങ്കിലും, പക്ഷേ ഈ ചർച്ചയുടെ ഭാഗമായതുകൊണ്ട് പറയാം. അവിടെ ഗണോദ്യോഗം നടത്തിയതുകൊണ്ട് എന്താണ് തെറ്റ്? ഇവിടുത്തെ ഏതൊരു കാര്യം എടുത്താലും അത് ഒരു പൂജയോ അല്ലെങ്കിൽ ഒരു കർമ്മമോ ചെയ്തുകൊണ്ടാണ് ഭാരതത്തിൻ്റെ സംസ്കാരമാണത്. ആ ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിൽ ചെയ്യുന്നതിന് എന്താ എതിർപ്പ്? അത് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാവരും മുന്നോട്ട് പോയിട്ടുള്ളൂ. കാരണം അത് ഏതൊന്നും ആയിക്കോട്ടെ, നമ്മുടെ മെട്രോ ആയാലും ശരി, വാട്ടർ മെട്രോ ആയിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ, എന്തും തുടങ്ങുന്ന സമയത്ത് ഒരു പൂജ അല്ലെങ്കിൽ ഒരു ഗണോദ്യോഗം ചെയ്തിട്ടുള്ളത്. അത് ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അത് മറ്റുള്ള മതങ്ങളിൽ ഒക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതത്തിൻ്റെ തനതായ ഒരു കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തു എന്നേ ഉള്ളൂ. അത് വിഴിഞ്ഞത്തും ചെയ്തിട്ടുണ്ട്. അത് വിഴിഞ്ഞത്ത് ഇപ്പോൾ മാത്രമല്ല, വിഴിഞ്ഞത്ത് ഈ പോർട്ടിൻ്റെ ആദ്യത്തെ തറക്കല്ലിടലോടിട്ട് ഇപ്രാവശ്യത്തെ ഇന്നലത്തെ ആ ചരക്കപ്പിൽ വന്നതടക്കമുള്ള എല്ലാ സംഭവത്തിലും ചെയ്തിട്ടുണ്ട്. കാരണം അത് ചെയ്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. എന്തിനാ നമ്മുടെ സൈന്യം യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവർ ആ യുദ്ധ കാഹളം മുടക്കിക്കൊണ്ട് പോകുന്നതിന് മുന്നേ അവിടെ പൂജ നടക്കുന്നുണ്ട്. പോകുന്നുണ്ട്. അത് ഇതൊക്കെ വലിയ രസം. നമ്മളുടെ സൈന്യത്തിന്റെ ഒരു നല്ലൊരു ഭാഗം ആൾക്കാർ ഏറ്റവും കൂടുതൽ പോയിക്കുന്ന ആരെ, അല്ലെങ്കിൽ അത് ഏത് മതവിഭാഗത്ത് പെട്ടോട്ടെ, ഞാൻ മതത്തിന് ഇതാക്കി പറയല്ല, അവരെല്ലാവരും ആരാധിക്കുന്ന ഒരു വീരപുരുഷനുണ്ട്. ആരാന്നറിയോ? ഹനുമാൻ സ്വാമിയെ തൊഴുതുകൊണ്ടാണ് യുദ്ധത്തിന് പോവുക. അത് ഏതൊരു പേരിലുള്ള ഒരു ഇതായാലും ചെയ്യും, അത് മതത്തിന്റെ പേരല്ല. ഏതൊരു പേരിലുള്ള സൈനികനും അവൻ യുദ്ധത്തിന് പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ അവൻ പ്രശ്നങ്ങൾ ജയ് ബജറംഗ് ബലി എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ സ്വാമി വന്ദിച്ചോണ്ടാ പോണേ. അപ്പൊ അതൊക്കെ ഭാരതത്തിന്റെ സംസ്കാരമാണ്. അതിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം അതൊരു കൾച്ചറിന്റെ ഭാഗമാണ്. നമുക്ക് വിഴിഞ്ഞത്തേക്ക് വന്നാൽ ഇപ്പോ 1900 കണ്ടെയ്നറുകൾ ഇറക്കുന്നു, 1000 ഇറക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടാണ് ഈ ഷിപ്പ് പുറത്തേക്ക് പോവുക, അടുത്ത ഷിപ്പ് വരും. നോക്കൂ, 1900 കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ എത്ര ലോറി വേണം? ഇത്രയും സാധനങ്ങൾ ആ ലോറിയിൽ ഒരു ക്ലീനർ ഉണ്ടാവും, ഒരു ഡ്രൈവർ ഉണ്ടാവും. എത്ര പേർക്കായി ജോലി? ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ടോളുകളിൽ വരും. അപ്പൊ അവിടെ ഒരു വരുമാനം വരും. GST വരുമാനം വേറെ വരും. കേരളത്തിൽ നിന്ന് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ വിഴിഞ്ഞത്തുനിന്ന് എളുപ്പത്തിൽ പോകാം.
കർണാടകയിലേക്ക് പോവുകയാണെങ്കിൽ കാസർഗോഡ് വഴിക്ക് തിരിയാം. അങ്ങനെ എത്രത്തോളം വരുമാനമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ആ സ്വപ്നത്തിലേക്ക്, മലയാളിയുടെ സ്വപ്നത്തിലേക്ക് പോകണം. സിംഗപ്പൂർ വേറെ കാര്യം കൂടി പറയാം. അവിടെ വിഴിഞ്ഞം പോർട്ട് ഈ യാഥാർത്ഥ്യമാകുമ്പോൾ മെയിനായിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യം. അവിടെ സ്വപ്നതുല്യമായ ഒരു നഗരം വരാൻ പോവാം. ഈ പറഞ്ഞ സിംഗപ്പൂർ പോലെ ഒരു നഗരം കേരളത്തിൽ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം ഭാഗത്തോട് അനുവദിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അതിപ്പോഴും നമ്മളുടെ എന്തുകൊണ്ടാണ് അതിനുവേണ്ടി ഒരാളും മുന്നിലേക്ക് വരാത്തതെന്ന് എനിക്ക് അതിശയം തോന്നുന്നു. കാരണം എന്താണെന്ന് അറിയോ, അവിടെ ഇപ്പം ഇന്നലെ സർക്കാർ പ്രഖ്യാപിക്കേണ്ടായി അവിടെയുള്ള ജനങ്ങളിൽ നിന്നും, അതായത് പ്രാദേശികമായിട്ടുള്ള ആളുകളിൽ നിന്നും 50% പേർക്ക്, അതായത് അവിടെയുള്ള ജോലിക്ക് 50% പേര് പ്രാദേശികമായിട്ടുള്ള അതോടൊപ്പം തന്നെ അവിടെ വരുമാനമൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നറിയോ. ഇവിടെ ഇനി ഒരു തുറമുഖം വരുമ്പോൾ ഇത് കാണാത്ത ആൾക്കാർ വരും, ഈ പോർട്ട് കാണാൻ വേണ്ടിയിട്ട്, വിഴിഞ്ഞം തുറമുഖം കാണാൻ വേണ്ടി എത്ര ആൾ വരും. അവിടെ അഴിമല തൊട്ട് ആഴിമല ശരിക്കും ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഈ അറ്റം വരെയാണ് ശരിക്കും കിടക്കുന്നത്. അവിടെ നിന്ന് ഈ അറ്റം വരെയുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകൾ തന്നെ അവിടെ കച്ചവടം ചെയ്താൽ അവിടെ നല്ലൊരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടാക്കാം. അതിനുവേണ്ടി സർക്കാർ സഹായം ചെയ്യണം. അല്ലാതെ എല്ലാം അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരുണ്ടാക്കട്ടെ, അവരൊരു തട്ടുകട സെറ്റപ്പിൽ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് വിചാരിക്കരുത്. അതിനു വേണ്ടിയുള്ള ഫണ്ടുകൾ അത് ലോണായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ലോൺ ചെറിയ രീതിയിലുള്ള ഇതായിട്ടാണെങ്കിലും ചെയ്തുകൊണ്ട് അവിടെ റോഡുകൾക്ക് വേണ്ട സഹായങ്ങൾ കേന്ദ്രവും കേരളവും ഒരുമിച്ച് നിന്നുകൊണ്ട് അവിടെ റോഡുകൾ വികസിപ്പിക്കാനും ഒപ്പം അവിടെ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച വെള്ളപ്പൊക്ക സമയത്ത് നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്, ടെക്നോ പാർക്കിൽ വെള്ളം കയറിയത്. ആ ടെക്നോ പാർക്കിൻ്റെ അനുബന്ധിച്ചിട്ടുള്ള വഴിയിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഈ ടെക്നോ പാർക്കിൻ്റെ സൈഡിലേക്കാണ് ഈ പറഞ്ഞ കടൽത്തീര റോഡ് വരുന്നത്. ഈ റോഡെല്ലാം മുങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ റോഡിലൊക്കെ വെള്ളം കഴിഞ്ഞാൽ ഈ വിഴിഞ്ഞത്തു നിന്ന് വരുന്ന ലോറികൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ടെയ്നറുകൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ആ ട്രാഫിക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സമാന്തര പാതയെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അതിനൊക്കെയുള്ള സൊല്യൂഷൻ ഇതിനൊപ്പം കാണണം. അതെല്ലാം കണ്ടുകൊണ്ടിട്ടുള്ളൊരു വികസനം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കേരളത്തിൻ്റെ നല്ലൊരു ഭാവിക്ക് മുന്നേറ്റം വരും. തീർച്ചയായിട്ടും സിംഗപ്പൂർ പോലെ ഒരു രാഷ്ട്രം അല്ലെങ്കിൽ സിംഗപ്പൂർ പോലെ ഒരു രാജ്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് കേരളത്തിന് വളരെ സഹായിക്കും. ഓക്കെ, അപ്പോൾ വിജയ ശില്പി ആരെ എന്നുള്ളതാണ് അവസാന ചോദ്യം. ഈ തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഫുള്ള് ഫ്ലക്സ് ആണ്. അതിൽ ഭൂരിപക്ഷം ഫ്ലക്സും ഏതാണ്ട് 80% ഫ്ലക്സും നമ്മളുടെ കേരള സർക്കാരിൻ്റെ ഫ്ലക്സ് ആണ്. വിജയശില്പി, വിഴിഞ്ഞത്തിന്റെ വിജയാരംഭം. അതിലെന്താ അത്ഭുതപ്പെടാനുള്ള ഇത്ര? കാരണം തുരങ്കം നിർമ്മിച്ച് പാലക്കാട് തൃശ്ശൂർ റൂട്ടിലുള്ള കുതിരാൻ തുരങ്കം നിർമ്മിച്ച് കേന്ദ്ര സർക്കാർ ഫുൾ ഫണ്ട് ചെയ്ത് നിർമ്മിച്ച തുരങ്കം ഓപ്പൺ ചെയ്ത് കൊടുക്കണേക്കാൾ മുന്നേ ഫ്ലെക്സ് വെച്ച് മഹാന്മാരെ അവിടുത്തെ നേതാക്കന്മാർ പല പാലങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്ത് അതിന് ഉദ്ഘാടനം എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിച്ചുകൊണ്ട് ഫ്ലെക്സ് വെക്കാൻ പോകുന്ന മഹാന്മാരാണ് നമ്മുടെ നാട്ടിൽ. ഉമ്മൻചാണ്ടിയെ മറക്കാൻ കഴിയില്ല. അല്ല, ഉമ്മൻചാണ്ടിയുടെ ഒരു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനെ ശരിക്കും ഈ ഒരു അവസരത്തിൽ അനുസ്മരിച്ചേ പറ്റൂ. അത് കാരണം അദ്ദേഹം ഇതിനു വേണ്ടി നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്. അല്ല, സോണിയാഗാന്ധി വരെ പ്രഷർ ചെയ്തു. സോണിയാഗാന്ധി വരെ ഈ അദാനിയായിട്ടുള്ള കഴിഞ്ഞ 33 വർഷത്തെ കാത്തിരിപ്പ്, ആ 33 വർഷങ്ങളിൽ വന്ന എല്ലാ ജനപ്രതിനിധികളും, അത് 33 വർഷ കാലഘട്ടത്തിൽ വന്ന ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ എം വി രാഘവനായിട്ടുള്ള ആളുകൾ എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരാരും കൊണ്ട് ഒരു മനസ്സിൽ ഓർക്കാതെ അവരൊന്നും സ്മരിക്കാതെ ഈ ഒരു വിഴിഞ്ഞം പോർട്ടിൽ ഞാനാണ് നേതാവ്, ഞാനാണ് ഇവിടെ നിങ്ങളുടെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആർക്കും ഇവിടെ നേതാവാകാൻ പറ്റില്ല. അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ഫ്ലെക്സ് വെച്ചുകൊണ്ട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകളിൽ ചെയ്ത പാലങ്ങളൊക്കെ ഫ്ലെക്സ് മാത്രം അടിച്ചു വെച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ സാക്ഷാത്കരിച്ചു എന്ന് പറയുമ്പോൾ ഉദ്ഘാടനം നടത്താൻ പോലും നിൽക്കാതെ കേന്ദ്ര സർക്കാർ തുറന്നു കൊടുത്ത അവസരങ്ങളുണ്ടായിട്ടുണ്ട്. എത്രയോ തുരങ്കങ്ങളും എത്രയോ പാലങ്ങളും എത്രയോ ഓവർബ്രിഡ്ജുകളും ഇവിടെ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയത് ഉദ്ഘാടനത്തിൽ പോലും നിൽക്കാതെ തുറന്നു കൊടുത്ത ചരിത്രം നമ്മുടെ കേരളത്തിലുണ്ട്. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ ആളുകൾ പേടിച്ചിട്ട്. കാരണം അവിടെ വന്നിട്ട് ഫ്ലെക്സും വെച്ചുകൊണ്ട് അയ്യോ ഇത് ഞാൻ ഉണ്ടാക്കിയതാന്ന് പറയും. ഇത് തന്നെ ഒരു വലിയ കാര്യമായതുകൊണ്ട് വിഴിഞ്ഞത്ത് പോർട്ട് ഇവരൊക്കെ കൂടി തുറന്ന് വഴിക്ക് ഇവരെ വിളിച്ചു എന്നേ ഉള്ളൂ. ഇതിൽ ഈ പറഞ്ഞ ഇന്നലത്തെ പരിപാടി, അതായത് ഉദ്ഘാടന പരിപാടിയിൽ മഹാമേളയിൽ, ഞാൻ അങ്ങനെ പറയും, ഉദ്ഘാടന മഹാമേളയിൽ പ്രതിപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും പ്രാതിനിധ്യം ഉണ്ടാവേണ്ടത് തന്നെയാണ്. പ്രതിപക്ഷ നേതാവിനെ വിളിക്കാതെ നടത്തിയ ചടങ്ങ് അത് ഒട്ടും ശരിയായില്ല. കാരണം ഇത് ഇദ്ദേഹത്തിന് മാത്രം ഒരു കഴിവല്ല. കഴിഞ്ഞ 33 വർഷത്തെ ഭരണകർത്താക്കൾ, അത് ഇടതും വലതും മാറി ഭരിച്ചിട്ടുണ്ട്. ആ വലത്തു നിന്നിട്ടുള്ള ആളുകളുടെയും കേന്ദ്ര സർക്കാരിൽ നിന്നും ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിക്കൊണ്ട് മോഡി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ നിന്നുണ്ടാകുന്ന ഒരു സപ്പോർട്ടും എല്ലാം കൂടിയിട്ടുള്ളത് തന്നെയാണ് ഇതിൻ്റെ വിജയം. ഇത് കേരളത്തിൻ്റെ വിഴിഞ്ഞത്ത് മാത്രം ഉണ്ടായ ഒരു സംഭവമല്ല. ഇതിനുവേണ്ടി കാസർഗോഡ് വരെയുള്ള ഹൈവേകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിതിൻ ഗഡ്കരി അടക്കമുള്ളവർക്ക് ഇതിൻ്റെ വിജയത്തിൽ പങ്കുണ്ട്. ഇതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന് ഇതിൽ പങ്കുണ്ട്. ഓരോ ഭാഗത്തുനിന്നും വേണ്ട സപ്പോർട്ട് ചേർക്കുന്ന MLA-മാർക്ക്, അത് ഇടതായിക്കോട്ടെ വലുതായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരായിക്കോട്ടെ, അവർക്ക് ഇതിന് സപ്പോർട്ട് ചെയ്യണം. ഇവരെല്ലാവരും ഒരു കൂട്ടമായിട്ടുള്ളൊരു വിജയമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അത് മുന്നോട്ട് ഇതുപോലെ ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്ന പോലെ കേരളം ഒരു സിംഗപ്പൂർ ആവും. അല്ല,
ഇത് ഒറ്റയ്ക്ക് എന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ ദാസൻ, അയ്യോ ഞാനാണ് ഇവിടെ എല്ലാം നേതാക്കുന്നത് എന്ന് പറഞ്ഞ് ഫ്ലെക്സ് വയ്ക്കാനാണ് ഭാഗമെങ്കിൽ അമ്മായിയപ്പനും മരുമകൻ്റെ ഫ്ലെക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സിംഗപ്പൂരും ആയിട്ട് കേരളം തന്നെയാവും. കേരളം സിംഗപ്പൂർ ആവട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടെ, ആശംസകളോടെ മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം. നന്ദി.